അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ന് കിട്ടിയ മീനാണ് ഈ കിടക്കുന്നത്. നമ്മളിത് കച്ചവടമാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ റോഡ് വരുന്നിടത്തു നിന്ന് 2 കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ വീട്. ഇപ്പം വെള്ളമൊക്കെ പൊങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിൽ വരാനുള്ള മാർഗ്ഗം നമുക്ക് മീനെടുക്കാൻ വരുന്നവർക്കില്ല. അപ്പോൾ നമ്മൾ തന്നെ എടുക്കും. നമ്മുടെ എഞ്ചിൻ വള്ളത്തിൽ മീൻ നമ്മൾ ഇസിയുയിലും അതിൻ്റെ തൊട്ടങ്ങേപ്പുറം 40 ഷാപ്പ് ചിട്ടി എന്ന് പറയും, അവിടെയൊക്കെയാണ് നമ്മൾ കൊണ്ട് കൊടുക്കുന്നത്. അല്ലാതെ ഇതിന് പുറത്തേക്ക് മീൻ നമുക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കാനുള്ള നിർവാഹമില്ല. മീൻ ആവശ്യമുള്ളവർ വന്നെടുക്കും. അപ്പോൾ നമ്മുടെ പാടശേഖരത്തിൻ്റെ ഒരു പ്രധാന ആൾ നമ്മുടെ ജോസ് സാറ് ഒരു 3 കിലോ മീൻ ചോദിച്ചിട്ടുണ്ട്. അതായത് പച്ചാച്ചൻ്റെ പ്രിയ സുഹൃത്താണ്. അദ്ദേഹത്തിന് മീൻ കൊടുക്കാൻ നമ്മൾ മീനെടുക്കും. പുള്ളിക്ക് മഞ്ഞപ്പൂരിയാണ് ആവശ്യം. അല്ല മഞ്ഞപ്പൂരി ഇല്ല മഞ്ഞപ്പൂരി. പുള്ളിക്ക് എത്ര 3 കിലോ? ഇതോ 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 മരിച്ചു പറഞ്ഞുണ്ടല്ലോ. ഇത് അത് വലിയ ഊരിയോ വലിയ വേണം. കാണിച്ചു 3 കിലോ 25 ഗ്രാം കൈ കണക്കാ. അപ്പം നമ്മൾ ഇതുമായിട്ട് പുറപ്പെടാൻ പോവാം. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ പയ്യൻ വരും, അവനും 1 കിലോ. കൃത്യം കാണിക്കുക, അങ്ങോട്ട് കാണിക്കുക. വെറുതെ കൈക്കെടുത്തിട്ടാണ്. 1 മിനിറ്റ് ഇടാം. അപ്പം ഇനി ആരെങ്കിലും വിളിക്കണം. അപ്പം ഈ മീൻ നമുക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം. ഇതിനൊക്കെ ആരെങ്കിലും ഒക്കെ വിളിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. വെള്ളം കല്ലുകെട്ടെ തൊട്ടെന്നും പറഞ്ഞ് നിൽക്കുക. ഏറ്റം വരുമ്പോൾ കുറച്ചുകൂടെ വെള്ളം വരും. ഇവിടെ നമ്മുടെ അയലോകത്തൊക്കെ മത്സ്യബന്ധനം കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. ഇവിടുത്തെ അവരും വലയിൽ നിന്ന് മീനെടുക്കുക. ഇവിടെയും വലയിൽ നിന്ന് മീനെടുക്കുന്നു. നല്ല സൂപ്പർ ഒരു മഴ വരുന്നുണ്ട്. നല്ല കാറ്റെടുക്കുമായിരിക്കും. കുന്നത്ത് തന്നെ അടിച്ചാൽ മുറ്റത്ത് മുക്കടോ എന്നാ. അതായത് ഒരു തുള്ളി പാറ വെറുക്കി എറിയുന്നതൊക്കെയുള്ള മഴയായിരിക്കും ആ ഭാഗത്തുനിന്ന് പെയ്ത. ഇവിടെ ഒരു കാഴ്ച കാണിച്ചു തരാം. ഈ ബണ്ട് പൊട്ടിപ്പോയി കണ്ടോ. ഇതിന് കുത്തനെ ഒരു പണിയായിരിക്കും. നല്ല ഒഴുക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒഴുകി ഒഴുകി വീതി കൂടും. മഞ്ഞക്കൂരി ഞങ്ങൾക്ക് വറക്കാൻ 2 കാരി ഇട്ടിട്ടുണ്ട് അതിനകത്ത്. എടാ സൂക്ഷിച്ച് കൊണ്ടുപോകണേ, കാലയിലിട്ട് ആട്ടി അത്. അപ്പം ശരി, അപ്പം ഞങ്ങൾ അടുത്ത കടവിലോട്ട് പോവാം. അവൻ എന്നാ വിശേഷം? നമുക്ക് മീൻ മേടിക്കാന്ന് പറഞ്ഞ ആളിവിടെ എത്തിയിട്ടുണ്ട്. നമസ്കാരം സാറേ. ആ മട കഴിഞ്ഞ ദിവസം 2 അടിയായിരുന്നു.
ഇപ്പം 4 അടി ആയിട്ടുണ്ട്. ബക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? നന്നായി. അപ്പോൾ സാറിനുള്ള മീൻ ഇല്ലില്ല, ഇതുകൂടെ കൊടുക്കണം എന്നിട്ട് പോണം. അല്ല വല ഇട്ടോ. ആ എന്നാടാ ഇത് മേടിച്ചോടാ. അപ്പം ശരി വിട്ടോട്ടെ. അപ്പം സാറും വിട്ടോ. ഇത്രയും കൂടെ ഉണ്ട്, ഇതുകൂടെ നമ്മൾ വിൽക്കും. ഒരു കിലോ സീറോ ഇല്ല. തോന്നില്ല. 1.40. കൂട് പൊക്കാൻ നേരത്ത് കിട്ടിയതാ ചെറുത്. തികയ്ക്കാൻ വേണ്ടി. അല്ല അത് കൂടുതലോ. ഇത് വെക്ക്. 1 കിലോ അല്ലേ? അണ്ണ 1 കിലോ ആണോ? ആ അണ്ണ വെക്ക്. ആ ചാരയായിരിക്കും. അതുകൊണ്ടിട്ട് എന്നാ കാണാൻ ഇനി ചിക്കൻ്റെ ലിവറും കറലും ഒന്നും എടുക്കുന്നില്ല. ഒന്ന് 95 ഇവിടെ അണനാ എന്നാടോ പോക്കറ്റ് കിട്ടോ. ഇത് കേരളത്തിൽ ഇതിനകത്തിട്ടത് അത് ഇത് കഴിക്കാൻ ഇപ്പോൾ ലിസിയോ കടവിലെ കച്ചവടം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കടവിലേക്ക് യാത്രയാവുകയാണ്. ഇത് തട്ടാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇത് തീരുമായിരിക്കും. നല്ല മഴയാണ് കേട്ടോ. ഈ മഴയത്ത് ഇങ്ങനെ പോകാൻ നല്ല രസമൊക്കെയാണ്, പക്ഷെ വെള്ളം പൊങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. എത്ര കിലോ ഉണ്ട്? എത്ര കിലോ തിരിച്ചു പോയാലോ? വെള്ളം കിട്ടാൻ ഓടിക്കണ്ടല്ലോ. അല്ല 50 കിഴങ്ങ് മാറി നമുക്ക് പോകാമല്ലോ. ഇവിടെ 50 വീശി. അതാണോ അവന്മാർ ഇതിനകത്ത് വെറുതെ വരെ കിട്ടാൻ ഞാൻ പറയാം. എനിക്ക് വേണ്ടത് ഏതാ? അത് തൂളി. ശരി. തൂളി നമ്മൾ കാല് മടക്കി അടിച്ചു കളയല്ലേ. അപ്പോൾ നമ്മൾ മീൻ വിൽപ്പനയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ തിരിച്ചു പോരാൻ നേരത്ത് നല്ല മഴയാണ്. നമ്മുടെ കായലിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ശക്തമായ കാറ്റടിക്കും. അപ്പോൾ നല്ല ശക്തമായ കാറ്റത്തോടെ നമ്മൾ വീട്ടിലേക്ക് എത്തുക. അങ്ങനെ നമ്മൾ മീൻ വിൽപ്പന കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പോകുന്നതിനേക്കാൾ ഒരു സ്വല്പം കൂടെ വെള്ളം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇനി നന്നായിട്ടൊന്ന് കുളിക്കണം. അപ്പം നല്ല മഴയാണ്. ഉടനെങ്ങും മഴ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ടാറ്റാ ബൈ ബൈ.